ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നിക്കലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ത്രെഡ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെ ആപ്പിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ട് എന്താണ് ത്രെഡ്, എങ്ങനെയാണ് ഇതിൽ തുടങ്ങേണ്ട അക്കൗണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് പോരായ്മകൾ, എന്താണ് ഈ ആപ്പ്, ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് വിശദമായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷനിൽ ഓൾ നിങ്ങളുടെ ഓപ്ഷനിൽ എനേബിൾ ആയിട്ട് ഞാൻ എടുത്ത ടെക് പ്ലസ് പറ്റിക്കാണ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഒട്ട് സമയങ്ങളിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അപ്പോൾ ആദ്യം എന്താണ് ഈ ആപ്പ്? സോ ത്രെഡ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്ന ഒരു സോഷ്യൽ എന്നാണ് അവർ ഇതിട്ടിരിക്കുന്നത്. അവർ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഡൗൺലോഡ് ഇപ്പൊ പ്ലേ സ്റ്റോറിൽ പോയി അവിടെ സോഷ്യൽ എന്നാണ് ഒരു കമ്മ്യൂണിറ്റി പോലെ ട്വിറ്ററിന് ഒരു പകരക്കാരൻ എന്നൊക്കെ പറഞ്ഞാണ് ഇറക്കിയത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്ന്. സോ അവർ പറഞ്ഞിരിക്കുന്നത് ഫോർ ഷെയറിംഗ് ടെക്സ്റ്റ് അപ്ഡേറ്റ്സ് ആൻഡ് ജോയിനിങ് പബ്ലിക് കോൺവെർസേഷൻ. സോ പബ്ലിക് ആയിട്ടുള്ള കോൺവെർസേഷനും കാര്യങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ അവർ പറയുന്നത്. അതുപോലെ തന്നെ ത്രെഡ് മുഖാന്തരം നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെ ഒപ്പീനിയനും കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ഫീൽഡിലാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആയിട്ട് വീഡിയോഗ്രാഫി ആയിട്ട് എന്ത് ഫീൽഡ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം പോസ്റ്റ് ചെയ്യാം. സോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ ട്വിറ്റർ പോലെ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അവർ പുതിയതായിട്ട് ഈ ആപ്പ് ഇറക്കിയിരിക്കുന്നത്. സോ ഇതെങ്ങനെ തുടങ്ങാമെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അത് ഞാൻ നേരത്തെ ഇത് ഇറങ്ങി ഏകദേശം പെട്ടെന്ന് 10th ഡൗൺലോഡാണ് പ്ലേ സ്റ്റോറിൽ എൻ്റെത്. സോ അപ്പോഴെടുത്തൊരു വീഡിയോ ആണ്. സോ നമുക്ക് അത് കണ്ടിട്ട് വരാം. ആദ്യം ഞാനിപ്പോൾ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. സോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ലോഗോ കാണാൻ പറ്റും. അതുപോലെ താഴെ ബൈ മെറ്റാന്ന് കാണാൻ പറ്റും. സോ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള അക്കൗണ്ട് ആണ്, നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം എൻ്റെ അക്കൗണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്യാണ്. ഇൻസ്റ്റാഗ്രാമിലുള്ള ബയോ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിന് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അതിന് നിങ്ങൾക്ക് പബ്ലിക് ആണോ പബ്ലിക് അക്കൗണ്ട് ആണ് എൻ്റെത്. സോ ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർ നിങ്ങൾക്ക് ഫോളോ ചെയ്യണം. ഞാനിപ്പം അതൊന്നും ചെയ്യാനില്ല. സോ പവർഡ് ബൈ ഇൻസ്റ്റാഗ്രാം കാണാൻ പറ്റും ജോയിൻ ത്രെഡ്സ്. സോ എൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കിയാലും ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ അതൊരു ആനിമേഷൻ നല്ല കിടിലായിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. സോ എ ലോട്ട് ഓഫ് പീപ്പിൾ ജോയിൻഡ് ഐ ഗസ്. കുറേ പേര് ഇഷ്ടംപോലെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഇത് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ടെക്സ്റ്റിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ ഹായ് എൻ്റെ ആദ്യത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രെഡ് പോസ്റ്റ് ആയിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ഇത് എങ്ങനെ തുടങ്ങണമെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാനത് നേരത്തെ എടുത്ത വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇത് വളരെ ഈസിയാണ് തുടങ്ങാനാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയതിനു ശേഷം മെനു ബാറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ത്രെഡ്സ് എന്നാണ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷന് പോകും. സോ ഇപ്പോൾ ആപ്പ് സ്റ്റോറിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടില്ല ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം സെർച്ച് ചെയ്യുമ്പോൾ. സോ ഇനി തൊട്ട് വരുമായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുക. ഓക്കെ എന്നിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് അവർ ഇതിൻ്റെ അകത്ത് പോയി ഡൗൺലോഡ് ചെയ്യും. സോ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡയറക്റ്റ് ഞാൻ താഴെയിട്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ഇഷ്ടംപോലെ കഷ്ടപ്പെടുന്ന കാര്യമില്ല. എൻ്റെ വെബ്സൈറ്റിൽ പോയി അവിടെ ഡൗൺലോഡ് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോകും ഡൗൺലോഡ് ചെയ്യുന്നതാണ്. സോ അപ്പം എനിക്കിതിൽ തോന്നിയ എന്താണ് പോരായ്മയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആൻഡ്രോയിഡ് യൂസറാണ്. സോ നമുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. സോ ആദ്യം ഞാൻ ഇതിൻ്റെ എനിക്ക് എന്താ പറയുക പോരായ്മയായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഇമോജീസ് വരുന്നില്ല. ഓക്കെ നമ്മളിപ്പോൾ സ്റ്റോറിയിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇമോജീസും കാര്യങ്ങളൊന്നും കറക്റ്റ് വരുന്നില്ല. അത് ഒന്നാമത്തെ പോരായിട്ടിരിക്കുന്നു. അടുത്തൊരു പോരായ്മ പറഞ്ഞാൽ നമുക്കിപ്പോൾ 2-3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പത്തിനുള്ള സ്വിച്ച് ഷോർട്ട് കട്ടോ സോ അക്കൗണ്ടിന്റെ ഷോർട്ട് കട്ട് സ്വിച്ചിങ് ഷോർട്ട് കട്ട്. സോ അത് ഇതുവരെയായിട്ട് കൊണ്ടുവന്നില്ല. അത് രണ്ടാമതൊരു പോരായ്മയായിട്ട് തോന്നി. അതുപോലെ ഹാഷ്ടാഗിന്റെ അവർ ഇതുവരെയായിട്ട് കൊണ്ടുവന്നില്ല. സോ അതൊരു പോരായ്മയായിട്ട് പറയാൻ പറ്റില്ല. സോ ഇപ്പൊ എല്ലായിടത്തും ഉള്ളതുപോലെ ഹാഷ്ടാഗിൽ നമുക്ക് ട്രെൻഡിങ്ങിൽ പോകാൻ പറ്റും. സോ അങ്ങനത്തെ ഒന്നും ഇല്ലെന്ന് വരുമായിരിക്കും. സോ ഹോപ്പ് സോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത്. ഇപ്പൊ ഇത്രയും ദിവസം ഇത്രയും മണിക്കൂർ ഉപയോഗിച്ചപ്പോൾ ഇത്രയും പോരായ്മയായിട്ട് തോന്നി. സോ അടുത്തതായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ. എന്തൊക്കെ നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ട് സ്റ്റോറി ഇടാൻ പറ്റും. സോ ആ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ല ത്രെഡ് എന്ന് പറയുന്ന നല്ലൊരു ടെംപ്ലേറ്റ് തന്നെ വരുന്നുണ്ട്. സോ സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ട്വിറ്ററിലോട്ട് ഷെയർ ചെയ്യാം. സോ എല്ലാ ഓപ്ഷനും ഉണ്ട്. സോ ഇതെനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നുന്നു. അതുപോലെ നിങ്ങൾക്ക് അറിയാത്തവരായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറച്ച് പേരെ അറിയായിരിക്കും. ബട്ട് നമ്മൾ
ലൈക്ക് ത്രെഡിലിട്ട് എനിക്ക് കുറെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അവർ നമ്മളെ ലൈക്ക് ചെയ്യാൻ തുടങ്ങി, നമ്മളോട് ചാറ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ അവിടെ ഇടാം, അവരെ ഒപ്പീനിയൻസ് കാര്യം അവരിടും. സോ ഇത് നമുക്ക് കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെക്നോക്യൂരിയുടെ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക, നിങ്ങൾ എന്തൊക്കെ വീഡിയോസ് ആണ് ജസ്റ്റ് ഒന്ന് പറയുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വീഡിയോ 5 മിനിറ്റുള്ള വീഡിയോ ഇപ്പം ലിമിറ്റഡ് അവർ വെച്ചിട്ടുണ്ട്. സോ 5 മിനിറ്റുള്ള വീഡിയോ ഇടാൻ പറ്റും. സോ മെയിൻലി നിങ്ങൾ ടെക്സ്റ്റ് ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ഗെയിം അല്ല, ഒരു ആപ്പാണ്. സോ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലിലേക്ക് ഓൾ നിങ്ങളുടെ ഓപ്ഷൻ വിട്ടത് ഞാൻ ഇതിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.